ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈ നെറ്റ്വർക്കിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ചില വർക്ക്സായിട്ട് ബിസി ആയത് കാരണമാണ്. ഇപ്പോൾ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അവർ KYC രണ്ടാമത് അപ്ലൈ ചെയ്ത് നോക്കണം. കാരണം ഏകദേശം ഒരു ദിവസം കൂടി മാത്രമുള്ളൂ ഇതിന് വാലിഡിറ്റി കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ റെഫറൽ ടീം എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വൺ ഡേ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 18 മണിക്കൂർ മാത്രമേ ഇനി ബാക്കി ഇവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അവരുടെ KYC അപ്രൂവ് ആയിട്ടില്ല. എന്നിരുന്നാലും രണ്ടാമത് അവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു റിമൈൻഡർ ഇതിൽ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെഫറൽ ടീമിന് എല്ലാവർക്കും ആ റിമൈൻഡർ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത ആളുകളുടെ മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ആദ്യം യൂസ് ചെയ്ത പൈ നെറ്റ്വർക്കിൻ്റെ മൊബൈലല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയാവുന്നത് കാരണം, അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ടായിരുന്നു ആദ്യം ലോഗിൻ ചെയ്തത്. അത് കാരണം എനിക്കത് രണ്ടാമത് ലോഗിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ KYC ഒരുപാട് നാൾ മുമ്പാണ് ഞാൻ അപ്ലൈ ചെയ്തത്, പക്ഷേ ഈ അടുത്താണ് എനിക്ക് അപ്രൂവ് ആയത്. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്തിട്ട് അപ്രൂവ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, ഏകദേശം ഒരു ദിവസം ബാക്കിയുള്ളൂ. ഒരുപാട് പേർക്ക് ഇത് എല്ലാം എൻ്റെ റെഫറൽസാണ്. അതുപോലെ തന്നെ ഏകദേശം 2,82,000 ടോക്കൺസ് പൈ ടോക്കൺസ് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ റെഫറലിലുള്ള ആളുകളിലെ KYC കംപ്ലീറ്റ് ആകാത്തത് കാരണം ഒരുപാട് ബാലൻസ് എനിക്കും ബാക്കി നിൽപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം എൻ്റെ റെഫറൽസ് ഏകദേശം 3,905 റെഫറൽസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ 290 ഏകദേശം 250 പേര് മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഇതിൻ്റെ ഗ്രൂപ്പിലും മറ്റും KYC എനിക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ KYC വെരിഫൈ ചെയ്യുന്ന ഒരാളായിട്ട് അപ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് റാൻഡം ആയിട്ടാണ് KYCയുടെ ആളുകളെ സെലക്ട് ആയി വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബ്രൗസർ എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ KYC എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ രണ്ടാമത് അപ്ലൈ ചെയ്യേണ്ടത്. ബ്രൗസർ എടുക്കുക ആദ്യം. ബ്രൗസർ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രൗസർ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽ വരും. എന്നിട്ട് വീണ്ടും KYC നിങ്ങൾ എടുക്കുക. KYC എടുക്കുമ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാം, അതല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പോൾ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. കാരണം അത്യാവശ്യം ആളുകൾക്ക് എനിക്ക് തന്നെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ 68 ആളുകൾക്ക് ഓൾറെഡി വാലിഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് വരില്ല. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനും സാധിക്കില്ല. റാൻഡം ആയിട്ടായിരിക്കും ഇവർ നമുക്ക് തരുന്നത്. ചില ടൈം ഇത് ഉണ്ടാവില്ല. ഇതിൽ ഇപ്പോൾ കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് ടൈം. എന്നാൽ മാത്രമേ പുതിയ പുതിയ ആളുകളുടെ വാലിഡേഷനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മെയിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. മെയിനിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഒന്ന് അൺവെരിഫൈഡ്, രണ്ടാമത് ട്രാൻസ്ഫറബിൾ, മൂന്നാമത് മൈഗ്രേറ്റഡ് എന്നായിരിക്കും. മൈഗ്രേറ്റഡിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ മറ്റേതെങ്കിലും വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റഡ് വന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്കിപ്പോൾ 893 ടോക്കൺസ് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള, അതായത് പുതിയതായിട്ട് മൈൻ ചെയ്ത് വരുന്ന ബാലൻസ് ആണ് ഇവിടെ ഈ 29.94 കാണിക്കുന്നത്. ട്രാൻസ്ഫറബിൾ സെക്ഷനിൽ നിങ്ങളുടെ ഇവിടെ ബാലൻസ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മെയിനായിട്ട് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം കംപ്ലീറ്റഡ് ആയാൽ മാത്രമേ നിങ്ങളുടെ KYCയും കംപ്ലീറ്റ് ആകുള്ളൂ. ഫസ്റ്റ് ഡൗൺലോഡ് PI ബ്രൗസർ ഞാൻ ആദ്യം കാണിച്ചത്. അതുപോലെ തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. എനിക്കിപ്പോൾ ആ ഓപ്ഷൻ ഒന്നും കാണിക്കില്ല, കാരണം ഓൾറെഡി നമ്മുടെ വാലറ്റെല്ലാം ക്രിയേറ്റഡ് ആണ്. വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കംപ്ലീറ്റ് ആയി വരും. അതിനുശേഷമായിരിക്കും 7ാമത്തെ സ്റ്റേജാണ് KYC കംപ്ലീഷൻ വരുന്നത്. KYC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എന്തായാലും നിങ്ങൾ റീട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരുടെയും സബ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ഡീറ്റെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ സൈസ് മാക്സിമം കുറച്ചെടുക്കുക. ഇപ്പോൾ ഇപ്പോൾ 3 MB ഒക്കെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾ മാക്സിമം കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇവർ അപ്രൂവൽ ആക്കുകയുള്ളൂ.
ഇപ്പോൾ സൈസ് കുറക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇമേജ് സൈസ് റെഡ്യൂസർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും എടുക്കാം. ഇതിൽ നിങ്ങളുടെ ഇമേജ് എവിടെ നിന്ന് വെച്ചാൽ ഇതുപോലെ പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് മീഡിയ പിക്കർ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റെഡ്യൂസ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് റെഡ്യൂസ് ചെയ്തെടുക്കാനും സാധിക്കും. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് മൂന്നാമത് കാണിക്കുന്നത്. മൈഗ്രേറ്റഡ് ടു മെയിനെറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 24 വേർഡ് ഫ്രേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. എങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വാലറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും ആ ഫ്രേസ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ആ ഫ്രേസ് എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എപ്പോഴും ഇതുപോലെ റീടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാലൻസും മറ്റു കാര്യങ്ങളും. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റുള്ള വാലറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ലിസ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ചില എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റഡ് ടോക്കൺ ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഒഫീഷ്യലി ലിസ്റ്റ് ആയിട്ടില്ല. അങ്ങനെ ലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേ ചെയ്ത് കൊടുക്കുക. അല്ല ആ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ്സ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും മറ്റുള്ള വാലറ്റിലേക്ക്. അതുപോലെ തന്നെ ലോക്കപ്പ് പീരീഡ് ഉണ്ട് ചിലതിന്. നമുക്കിപ്പോൾ കുറച്ച് നാൾ ലോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് അതിൽ കിട്ടും. ഞാൻ ഓൾറെഡി കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് പൈ കോയിൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട. കാരണം ഇത് എപ്പോഴെങ്കിലും ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലോക്കപ്പ് പീരീഡ് കഴിയാതെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എത്രയും പെട്ടെന്ന് KYC കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിക്കാം. മുകളിൽ ഈ 3 ലൈനിൽ പ്രസ് ചെയ്യുക, ദെൻ മെയിനെറ്റ് എടുക്കുക. മെയിനെറ്റ് എടുക്കുമ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ പോയിട്ട് PIയുടെ ബ്രൗസറിൽ പോയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിലായിരിക്കും നിങ്ങളുടെ നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ സെക്യൂർ യുവർ അക്കൗണ്ട് അല്ലെങ്കിൽ സൈൻ അക്നോളജ്മെൻറ്റ് എന്നുള്ള സെക്ഷനിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് KYC ഇപ്പോൾ അപ്രൂവൽ പെൻഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കുക. റീസബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് കാണിക്കാൻ സാധിക്കില്ല, കാരണം ഓൾറെഡി നമ്മളുടെയൊക്കെ കംപ്ലീറ്റഡ് ആണ്. ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവർ ഫ്രണ്ട് പേജിൽ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു KYC ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട രീതി മറ്റു കാര്യങ്ങളൊക്കെ. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ചാറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ റെഫറൽ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ചാറ്റ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ആളുകൾ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചില ആളുകളുടെ എല്ലാം ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം റെഫറൽ ഗ്രൂപ്പ് ഗ്രാഫിക് എംപയർ എൻ്റെ റെഫറൽ ഗ്രൂപ്പാണ്. അതിൽ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് KYCനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്ലീസ് മൈ KYC വാല്യുവേഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് റാൻഡമായിട്ട് ഇതിൽ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആരും സെലക്ട് ചെയ്തിട്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡീറ്റെയിൽ എല്ലാം ചെക്ക് ചെയ്ത് ഞാൻ എല്ലാവരെയും കംപ്ലീറ്റ് ചെയ്ത് തന്നേനെ. പക്ഷേ എനിക്കതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ജനറൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പയോനീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ KYCയുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു മെസ്സേജ് വിടുക, ഐ ജസ്റ്റ് റീസബ്മിറ്റഡ് മൈ KYC അഗെയിൻ പ്ലീസ് അപ്രൂവ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മോഡറേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ഇതിൽ റീസബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റ് അപ്ഡേഷൻ എന്തെങ്കിലും അവൈലബിൾ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മൈനിങ് പവർ സെക്ഷൻ പ്രസ് ചെയ്യുമ്പോൾ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബൂസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സെക്യൂരിറ്റി സർക്കിളിൽ ഞാൻ 5 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ 100% മൈൻ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം മറ്റു ഡീറ്റെയിൽ എല്ലാം. അതുപോലെ തന്നെ റിവാർഡും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 73.50 ആണ് എനിക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവാർഡ്. റെഫറൽ ടീമും അതുപോലെ തന്നെ ഞാനും സ്ഥിരമായിട്ട് മൈൻ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ മറന്നു പോയാൽ തന്നെ ആളുകൾ, അതായത് എൻ്റെ റെഫറൽ ടീം എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അവർ പിങ് ചെയ്യാറുണ്ട് എന്നെ.
അത് ആ മെസ്സേജ് കിട്ടുമ്പോൾ വാട്സപ്പിലൊക്കെ ചില ആളുകൾ എനിക്ക് മെസ്സേജ് വിടാറുണ്ട്, പ്ലീസ് മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ വീണ്ടും ഞാനത് മൈൻ ചെയ്യാറുണ്ട്. ഒരുപാട് നാൾ ഞാനിത് മൈൻ ചെയ്യാതെ വെച്ചിരുന്നതാണ്. പക്ഷേ രണ്ടാമത് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും മൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പൊട്ടൻഷ്യൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോക്കണായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും നാൾ ആയിട്ട് ലിസ്റ്റ് ചെയ്യാത്തത് കാരണം ഇതിന് ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. പുതിയ പുതിയ ചെറിയ ടോക്കൺസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് പൊട്ടിപ്പോകുന്നത് കാരണം അങ്ങനെ പെട്ടെന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും നാളായിട്ട് ലിസ്റ്റ് ചെയ്യാത്തത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ നമുക്കത് അറിയാൻ സാധിക്കും. ഈ വർഷം തന്നെ മാക്സിമം അത് ലിസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.